നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള ഫീസ് കുറച്ച് സംസ്ഥാന സർക്കാർ. 2025 കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ഫീസാണ് ഇപ്പോൾ സംസ്ഥാനം കുറവ് വരുത്തി ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് അധികാരം ഉപയോഗിച്ചാണ് 15-20 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് നിരക്ക് 50% കുറച്ചത്. വൈകാതെ തന്നെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 15-20 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് തുക 50% കുറച്ചതായിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. പുതിയ വിജ്ഞാപനം അനുസരിച്ചിട്ടുള്ള നിരക്ക് നടപ്പിൽ വരുന്നതായിട്ട് പുതിയ സോഫ്റ്റ്വെയർ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. 10 മുതൽ 15 വർഷം വരെയും 15 മുതൽ 20 വർഷം വരെയും 20 വർഷത്തിൽ അധികം പഴക്കമുള്ളത് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഉയർന്ന നിരക്കിൽ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, കോട്ടറൈ സൈക്കിളുകൾ, അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഇടത്തരം ഹെവി ഗുഡ് പർച്ചേസ് തുടങ്ങിയ എല്ലാ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പുതുക്കുന്നതിന് അവയുടെ പഴക്കം അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതുക്കിയ നിരക്കായിരിക്കും ഈടാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിച്ചവരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും അവ അപ്രൂവ് ചെയ്യുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിൽ നടന്നു വരികയാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ്. അതാണ് ഈ പദ്ധതി അപേക്ഷകർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നിലവിൽ പ്രവർത്തിക്കുന്നതാണെന്ന്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതുപോലെ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷകൾ റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷനിലൂടെ തിരുത്താനായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രേഖകൾ വീണ്ടും അപ്ലോഡ് ചെയ്താൽ മാത്രമേ അപ്രൂവ് ലഭിക്കുകയുള്ളൂ. ആധാർ പ്രവേശങ്ങൾ അടിസ്ഥാനമാക്കി നടത്തുന്ന പരിശോധനയിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാക്ഷേമ പരിശോധനകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനാൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും വളരെ വൈകാതെ തന്നെ ഈ ഒരു 1000 രൂപ ലഭിച്ചു തുടങ്ങുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഉണ്ടായേക്കും. 20-ാം തീയതി വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച നിർണായക നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം തുക ലഭ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷന്റെ വിതരണവും ആരംഭിക്കുന്നതാണ്. വിതരണ നടപടികൾ ജനുവരി 20-ാം തീയതിക്ക് ശേഷം ആരംഭിച്ച് 25-ാം തീയതിയോടുകൂടെ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള രീതിയിലായിരിക്കും പെൻഷന്റെ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക. മാത്രമല്ല, സംസ്ഥാനത്തെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ ഒക്കെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഉടൻ തന്നെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വില്ലേജ് ഓഫീസർ അതിന് അംഗീകാരം നൽകുന്ന അത് പ്രിന്റ് എടുത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി ചേർത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ റിവ്യൂ ഒക്കെ ചെയ്ത ശേഷം സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിനു പുറമെ ആയിട്ട് ജനുവരി 29-ാം തീയതി അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളുണ്ട്. 63 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ജനക്ഷേമപരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളാണ് ഇത്തവണ ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി കേവലം 10 ദിവസങ്ങൾ കൂടി മാത്രമാണ്. ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ എത്രയും വേഗം ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണം എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിക്കുകയാണ്. നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് മാട്ട വിതരണം അത് നിലവിലിപ്പോൾ കടകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഉടൻ വിതരണത്തിനെത്തുമെന്നാണ് വിവരം. ഇതിനിടെ സംസ്ഥാനത്ത് അർഹതയായിട്ടുള്ള മുൻഗണനാ കാർഡുകൾക്ക് ലഭിക്കാതെ പോയ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ ആളുകളെ കണ്ടെത്താൻ സർക്കാർ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചെങ്കിലും ജനപ്രതിനിധികളുടെ സന്ദർശന വേളയിൽ അർഹരായിട്ടുള്ള പലരും ഇപ്പോഴും ആനുകൂല്യങ്ങൾക്ക് പുറത്താണെന്ന് കണ്ടെത്തി
നടത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതോടെ നിലവിലെ മുൻഗണന പട്ടികയിൽ വന്ന ഒഴിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 65,000 പുതിയ കാർഡുകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ ഗുണഭോക്താക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കേന്ദ്രവിഹിതം കുറയുമെന്ന് ആശങ്ക സർക്കാരിനുണ്ട്. സാങ്കേതിക മാനദണ്ഡങ്ങൾക്കപ്പുറം ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങൾ കഴിയുന്നവരെ ഈ ഒരു ഭാഗത്തിലേക്ക് മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്